ഞാൻ നട്ട സ്ഥലത്ത് വീണ്ടും വാഴ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിത്ത് മേടിച്ചിട്ടുണ്ട്. അതായി കാണുന്നത്. ഇത് കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. ഒരുമാതിരി നല്ല വിത്താണ്, നല്ല വേരുള്ള വിത്താണ്. കേടില്ല എന്ന് തന്നെ പറയാം. ഇതുണ്ടോ, ഇതുപോലെ നല്ല പച്ച വേരുള്ള വിത്ത് വേണം എടുക്കാൻ. നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ കടയിൽ ചെന്നിട്ട് നിങ്ങൾ വിത്ത് മേടിക്കുമ്പോൾ പച്ച വേരുണ്ടായിരിക്കണം. ഇതുണ്ടോ, ഇതുപോലെ പച്ച വേരുള്ള വിത്തായിരിക്കും കേടില്ലാത്തത്. വണ്ടിക്കാരൊക്കെ കൊണ്ട് ഇറക്കുന്നതാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്. എന്തെല്ലാം തരം കേടുണ്ടെന്നും നമുക്കറിയത്തില്ല. മഹാളിയോ അല്ലെങ്കിൽ ഈ പിണ്ടിപ്പുഴുവിൻ്റെ പ്രശ്നങ്ങളോ അത് എത്രത്തോളം ബാധിച്ചിരിക്കുന്ന തോട്ടത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ കുറേ തിരഞ്ഞെടുത്തോളുക, അതേ രക്ഷയുള്ളൂ. ഞാൻ നടുന്ന രീതിയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇതുണ്ടോ, കുഴി എടുത്തിരിക്കുന്നു. ഒരു തൂമ്പ കുഴിയേ ഞാൻ എടുക്കുകയുള്ളൂ, ഒരു തൂമ്പയുടെ താഴ്ച മാത്രം. എന്നിട്ട് അതിനകത്തോട്ട് വിത്ത് മരുന്ന് മുക്കി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടപ്പം മരുന്നൊന്നും മുക്കിയിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം രണ്ടാം കാലം ആയതുകൊണ്ട് മരുന്ന് മുക്കി വെച്ചേക്കാമെന്ന് വെച്ചാൽ അത് ഞാൻ എക്കാലക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. 100 മില്ലി എക്കാലക്സ്. അത് കുറച്ചൊഴിച്ചു, പിന്നെ അതങ്ങ് മുക്കും. ഉണങ്ങി സൂക്ഷിച്ചിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെയൊന്നും സൂക്ഷിച്ച് വെക്കാനും പറ്റുകയില്ല. മുക്കി അങ്ങ് നടുക. അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അധികം മരുന്ന് മുക്കരുത്. ഒരു 100 മില്ലി ഉണ്ടെങ്കിൽ ഒരു 300 എണ്ണത്തിനൊക്കെ മുക്കാം. ഒരു 300 വാഴവിത്തിനൊക്കെ 100 മില്ലി മരുന്ന് മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ. കാരണം അല്ലെങ്കിൽ ഇത് അടിയിലേക്ക് ഉണ്ടാവുള്ളൂ. അത് ഇളക്കിയെടുത്താലേ മുകളിലോട്ട് ശരിയായി കിട്ടുള്ളൂ. ഇതുണ്ടോ, എന്നിട്ട് ഇതിങ്ങനെ മൂടുക. ഈ മൂടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ വാഴക്കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അതായത് ഇതിൻ്റെ മുകൾ ഭാഗം പുറത്ത് നിൽക്കണം. അത് മണ്ണിട്ട് മൂടരുത്. അതിനുള്ളിൽ മണ്ണ് കയറി മൂടാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മഴക്കാലമാണെങ്കിൽ പറയുകയും വേണ്ട, സംഗതി ചീഞ്ഞു പോകും. ലേശം പുറത്തേക്ക് നിൽക്കണം. ഒരു അര വിരൽ ഉയരത്തിൽ ഇത് പുറത്തേക്ക് നിൽക്കണം. എങ്കിലേ എല്ലാം കിളുത്ത് കയറി വരുള്ളൂ. അല്ലെങ്കിൽ ഇത് വെള്ളം കയറി ഒക്കെ ഇത് ചീഞ്ഞു പോകും. ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ചവിട്ടി ഉറപ്പിക്കുക. വെള്ളം കെട്ടിക്കിടക്കാതെ കുറച്ച് ലെവൽ ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ഇതിപ്പം മഴക്കാലം ആയതുകൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വേനൽക്കാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല. പിന്നെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഇതുണ്ടോ, നമുക്ക് പറ്റുമെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ വെട്ടി നോക്കുകയാണെങ്കിൽ അറിയാം. പച്ച വേരൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കണ്ടോ, ഇത് പുഴുത്തുളയാണ്. ഇത് കൊള്ളുകയില്ല, ഇത് കേടാ. കണ്ടോ, ഇത് നടാൻ പറ്റില്ല. കണ്ടാൽ നല്ല സൂപ്പർ വിത്താണ്. കണ്ടോ, നല്ല പച്ച വേരൊക്കെ ഉണ്ട്, പക്ഷേ സംഭവം കൊള്ളുകയില്ല. പിണ്ടിപ്പുഴു കയറിയിട്ടുണ്ട്. ഇത് വാഴ കുലയ്ക്കുന്നതിന് മുമ്പേ ഇതിനുള്ളിൽ മണ്ട ചെല്ലും, അത് ഒടിഞ്ഞു വീഴും. അതുകൊണ്ട് ലേശം മുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതറിയാം. ഒരു കത്തിയും കൊണ്ട് പോയിട്ട് ലേശം വെട്ടി നോക്കിയിട്ടൊക്കെ വിത്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. തോട്ടത്തിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ തോട്ടത്തിൽ പോയിട്ട് വിത്ത് ഓരോരുത്തരും മേടിക്കും. അങ്ങനെ മേടിക്കുന്ന ആ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ വെട്ടി നോക്കാൻ പറ്റും. കടയിലൊക്കെ പോയിട്ട് ആളുകൾ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. അതായത് ഈ വിത്ത് നടുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണേ. വീഡിയോ ഒരുപാട് സമയത്തേക്ക് ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ നിർത്തുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ മറ്റൊരു വിഷയവുമായി വീണ്ടും വരും. ബായ്.